മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്തായതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ കൂട്ടയടി. സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രം പോസ്റ്റ് ചെയ്താണ് അബിൻ വർക്കിക്കെതിരായ വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നീക്കത്തിന് പിന്നിലുള്ള നേതാവെന്ന സംശയത്തിലാണ് യൂത്ത് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേതാക്കൾ ഒന്നടങ്കം അബിൻ വർക്കിക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വിശ്വസ്തനായ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് അബിൻ വർക്കിക്കെതിരെ കടുത്ത നീക്കം നടത്തിയത്. ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അബിൻ വർക്കിയുടെ ചിത്രം കൂടി വെച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിജിൽ പോസ്റ്റ് ഇട്ടത്. ഇതിന് പിന്നാലെ അബിനെ ലക്ഷ്യമിട്ടുള്ള ശകാര വർഷമാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്നത്. ഒരുത്തന്നെ ചോരയിൽ ചവിട്ടി നേതാവാകാമെന്ന് ആരും വിചാരിക്കേണ്ടെന്ന കുറിപ്പിൽ എ ഗ്രൂപ്പിന്റെ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യവും വെളിവാക്കപ്പെട്ടു. തമ്മിലടി മുറുകിയതോടെ ദേശീയ സെക്രട്ടറി പുഷ്പലത ഇടപെട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒടുവിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കാൻ നിശ്ചയിച്ച സാഹചര്യത്തിലാണ് തമ്മിലടി. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പും KM അഭിജിത്തിനെ അധ്യക്ഷനാക്കാൻ MK രാഘവൻ MPയും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലാണ് KC വേണുഗോപാലിന്റെ പിന്തുണ. സാമുദായിക സന്തുലനം കൂടി പാലിച്ചായിരിക്കും തീരുമാനം. സംസ്ഥാന നേതാക്കൾ ചർച്ച ചെയ്ത് നിർദ്ദേശം വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം.